ഈ ചെമ്മീൻ നമ്മൾ എങ്ങനെയാണ് നമ്മളത് കറിയാക്കുന്നതെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ കടയിൽ നിന്ന് നല്ല ഫ്രഷ് ചെമ്മീൻ മേടിക്കണമെന്ന് പറഞ്ഞല്ലോ. ആ ചെമ്മീൻ മേടിക്കുക, അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു ചീനച്ചട്ടിയിൽ വെച്ച് നന്നായിട്ട് വറുത്തെടുക്കുക. വറുത്തെടുത്തതിന് ശേഷം അതിൻ്റെ തലയും കാലും എല്ലാം കളയുക. അത് വൃത്തിയാക്കുന്നതാണ് ഈ കാണിക്കുന്നത്. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വൃത്തിയാക്കുന്നതാണ്. അങ്ങനെ തലയും കാലും എല്ലാം കളഞ്ഞ് നല്ല ക്ലീനാക്കി എടുക്കുക. നമ്മളിപ്പം ചട്ടിയിലേക്ക് നമ്മൾ വൃത്തിയാക്കിയ ആ ചെമ്മീൻ ഇട്ടിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ അതിൽ ചേർക്കേണ്ട മാങ്ങയാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് എടുക്കേണ്ടത്. മാങ്ങ നമ്മൾ തൊലി ചെത്തി നല്ല വൃത്തിയാക്കി ഇനി മാങ്ങ എടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു നല്ല പുളിയുള്ള മാങ്ങ ഒരെണ്ണം വേണം. ആ മാങ്ങയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. മാങ്ങ എടുത്ത് നമ്മളത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ആ ചെമ്മീനകത്തേക്ക് ഇടുക. വൃത്തിയാക്കി ആ ചെമ്മീനകത്തേക്ക് മാങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ മീൻകറി വയ്ക്കുന്ന പോലെ തന്നെ അങ്ങനെ ഇടുക. അങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ എല്ലാരും ചൊല്ലണതല്ലിവൻ കച്ചുക്കുള്ളൊരു കാര്യക്കാരൻ മൊഞ്ചാണ്. ലങ്കി മറിഞ്ഞൊരു മാനത്തമ്പിളി പോലൊരു മാനങ്കടലാണ്. നീന്തി കയറിയ പോലീസയുള്ളൊരു ബാല്യക്കാരൻ നെഞ്ചാണ്. നഞ്ചി കൊഞ്ചണ കണ്ണഞ്ചുന്നൊരു ചെഞ്ചൊടിമാരൻ ഗുണ്ടൈമൊരു ശരി. മാങ്ങ അരിഞ്ഞ് ചെമ്മീനിട്ടതിന് ശേഷം നമ്മൾ അടുത്തതായി പച്ചമുളക് ഒരു 2-3 പച്ചമുളക് മതിയാകും. നമ്മുടെ എരിവിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ നമുക്കിടാം. ഞാനിപ്പോൾ ഒരു 2-3 പച്ചമുളകേ ഇടുന്നുള്ളൂ. 3 പച്ചമുളക് നമ്മൾ നന്നായിട്ട് കീറി അതിൻ്റെ അതിലേക്ക് ഇടുക. അതിനുശേഷം 2 കതുപ്പ് നമ്മുടെ കറിവേപ്പിലയില്ലേ, കറിവേപ്പില 2-3 കതുപ്പ് കറിവേപ്പില നമ്മൾ ഇങ്ങനെ ഒന്ന് പിച്ചി പറിച്ചിടുക. അങ്ങനെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് ആ കറിവേപ്പിലയുടെ ഗുണം നന്നായിട്ട് കറിക്കകത്ത് ഇറങ്ങുകയും ചെയ്യും. അത് നന്നായിട്ട് അതിൻ്റെ പോഷകങ്ങൾ മുഴുവൻ നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ നേരിട്ട് കറിവേപ്പില ഇങ്ങനെ ഇടുന്നതിനേക്കാളും ആ കറിവേപ്പില നമ്മളൊന്ന് പിച്ചി പറിച്ചിട്ട് കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഗുണങ്ങൾ കറിയിൽ നന്നായിട്ട് ഇറങ്ങാൻ സഹായിക്കും. അങ്ങനെ നമ്മൾ ഇടുക, കറിവേപ്പിലയും ഇടുക. അതിനുശേഷം നമ്മൾ കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ അതിനാവശ്യമായ അരപ്പാണ് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഈ അരപ്പിന് നമ്മൾ എന്തൊക്കെ ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 1/4 മുറി തേങ്ങയും പിന്നെ അതിൻ്റെ കൂടെ ഒരു 2-3-4 ചുമന്നുള്ളി 2-3-4 ചുവന്നുള്ളി ചേർക്കണം. അതിനുശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ പിന്നെ മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ വേണമെങ്കിൽ ഒരു കുറച്ച് ഉലുവാപ്പൊടി. ഇത്രയും കൂടെ നമ്മൾ അരച്ചെടുത്തിരിക്കുന്നതാണ് ഈ കാണിക്കുന്നത്. അരച്ചിരിക്കുന്ന അരപ്പ് നമ്മളിനി ഇതിൻ്റെ അകത്ത് ചേർക്കുകയാണ്. ഈ ചട്ടിക്കകത്ത് നമ്മൾ ഈ ഇട്ടിരിക്കുന്ന സാധനങ്ങളുടെ കൂടെ നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഈ അരപ്പ് ചേർക്കുക. ഇതിൻ്റെ അകത്ത് ശരിക്കും നന്നായിട്ട് അരപ്പ് ചേർത്ത് നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ആ ചെമ്മീനും മാങ്ങയും കൂടെ നന്നായിട്ട് മാങ്ങയും മുളകും ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് അതിലേക്ക് നമ്മൾ ഈ അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. നല്ല നമ്മളൊരു കുറുകിയ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മൾക്ക് കിട്ടാൻ വേണ്ടി. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആവശ്യത്തിന് ഉള്ള വെള്ളം ഒരു 2-3 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അരച്ച് വെച്ച ആ അരപ്പും എല്ലാം കൂടെ വെള്ളത്തിൽ കിടന്നിങ്ങനെ ഇരുന്നതിന് ശേഷം നമ്മൾ അത് ഗ്യാസിലേക്ക് നമ്മൾ അത് പാകമാകാൻ വേണ്ടി വെക്കുകയാണ്. ആ ചട്ടി നമ്മൾ കറി ഉൾപ്പെടെ പാകമാകാൻ വേണ്ടി നമ്മൾ വെച്ചിരിക്കുകയാണ്. ഇനി അത് തിളച്ച് വെന്ത് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക.
എന്നിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ ചെമ്മീൻ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇത് ആവശ്യത്തിന് നമ്മളെടുത്ത് ഉപയോഗിക്കുക. ചോറിൻ്റെ കൂടോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടോ ചപ്പാത്തിയുടെ കൂടോ എന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ധൈര്യമായി നിങ്ങൾ ഇത് ഉപയോഗിക്കുക. എന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് കമൻ്റ് ഉണ്ടെങ്കിലും അത് നല്ലതാണേലും ചീത്തയാണേലും ഈ വീഡിയോയിൽ നിങ്ങൾ പറയുക. ഈ വീഡിയോ കണ്ട എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സപ്പോർട്ട് നൽകി എന്നെ ഇനിയും എൻ്റെ വീഡിയോയെ പ്രോത്സാഹിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.